ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മള് അവസാനത്തെ ക്ലാസ്സിൽ ഫണ്ടമെന്റൽ അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു. ഇതിൽ കുറച്ച് ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, ഇതിൽ ഈ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ട് എങ്ങനെ ഒരു സ്റ്റോക്ക് നമുക്ക് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി പരിഗണിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിരുന്നു. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് റേഷ്യോസും അതുപോലെ തന്നെ നമുക്ക് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസും ഇതിൽ കൊടുത്തിരിക്കുന്ന ബാക്കി കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസിൽ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. മാർക്കറ്റ് ക്യാപ്പിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞു തന്നിരുന്നു. അപ്പൊ നമുക്ക് ഇന്ന് കുറച്ച് റേഷ്യോകൾ പഠിക്കാം. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, ഈ കമ്പാരിസണിൽ നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന കുറച്ച് പോയിന്റുകൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ, ഈ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ എന്താണെന്നും ഇതുപോലെ തന്നെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ യൂസ് ചെയ്തുകൊണ്ട് അതിന്റെ ബെനിഫിറ്റ് എന്താ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ഈ കുറഞ്ഞ പോയിന്റുകൾ മാത്രം നോക്കിക്കൊണ്ടല്ല ഒരു സ്റ്റോക്കിന്റെ ഫണ്ടമെന്റൽ സ്റ്റഡി നടത്തേണ്ടത്. നമുക്ക് ഇതിന് പുറമെ വേറെയും കുറെ ഫാക്ടേഴ്സ് പരിഗണിക്കാനുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞു തന്നിരുന്നു. അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ടാറ്റ മോട്ടോഴ്സിന് നമുക്ക് എക്സാമ്പിൾ എടുക്കാം. ടാറ്റ മോട്ടോഴ്സിന്റെ കേസിൽ ടാറ്റ മോട്ടോഴ്സ് എന്ന കമ്പനിയുടെ നമുക്ക് ഈ വെബ്സൈറ്റ് നോക്കിയാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഡാറ്റാസ് ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിന്റെ എല്ലാ കണക്കുകളും നമുക്കിവിടെ കാണാൻ സാധിക്കും. പക്ഷേ ആ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റിനെ പറ്റി നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, അതായത് ടാറ്റ മോട്ടോഴ്സിന്റെ മെയിൻ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ എന്താണ്, വാഹനങ്ങളാണ് ടാറ്റ മോട്ടോഴ്സ് നിർമ്മിക്കുന്നത്. അപ്പൊ ടാറ്റ മോട്ടോഴ്സിന്റെ കാറുകളെ പറ്റിയും ലോറിയെ പറ്റിയും, ടാറ്റ മോട്ടോഴ്സിന്റെ ബസ് ആണെങ്കിലും ടാറ്റ മോട്ടോഴ്സിന്റെ വാഹനങ്ങളെ പറ്റി നമുക്കൊരു അവലോകനം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കമ്പനിയുടെ വാഹനങ്ങൾ എങ്ങനെ ഉണ്ടെന്നൊരു അറിവ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ കമ്പനി ഭാവിയിൽ ഗ്രോത്ത് ചെയ്യാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നെക്സൺ ഒക്കെ ഇറങ്ങുന്ന സമയത്താണ് ടാറ്റ മോട്ടോഴ്സ് വീണ്ടും ഒന്നുകൂടി വിപണിയിലേക്ക് തിരിച്ചു വന്നത്. അങ്ങനെ വന്നതിന് ശേഷം ഒരുപാട് ടാറ്റ മോട്ടോഴ്സിന്റെ വാഹനങ്ങൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. നെക്സൺ ഉണ്ട്, ടിയാഗോ ഉണ്ട്, അങ്ങനെ ഒരുപാട് വണ്ടികളുണ്ട്. പഞ്ചൊക്കെ ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ സെയിൽ ആവുന്ന ഒരു വണ്ടിയാണ് ടാറ്റ മോട്ടോഴ്സിന്റെ. അപ്പൊ അങ്ങനെ വന്ന സ്ഥിതിക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ത്, ടാറ്റ മോട്ടോഴ്സ് എന്ന കമ്പനിയുടെ വാഹനങ്ങൾക്ക് അത്യാവശ്യം സെയിൽസ് നടക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ആ വാഹനങ്ങളെ പറ്റി നമുക്കൊരു അഭിപ്രായം ഉണ്ടായിരിക്കും, നല്ല വണ്ടിയാണോ മോശം വണ്ടിയാണോ എന്നുള്ളത്. അല്ലെങ്കിൽ പൊതുവെ ഒരു അഭിപ്രായം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ടാറ്റ മോട്ടോഴ്സിന്റെ വാഹനങ്ങളെ പറ്റി സാധാരണ എല്ലാവരും പറയാനുള്ളത് സേഫ്റ്റിയെ കുറിച്ചാണ് പറയാനുള്ളത്. നമ്മൾ ഈ വണ്ടി തട്ടിയാലും വണ്ടിക്ക് ഒരു പോറൽ പോലും സംഭവിക്കാറില്ല. അപ്പൊ അതിലിരിക്കുന്ന യാത്രക്കാർക്ക് അത്യാവശ്യം സേഫ്റ്റി ഉണ്ട് എന്നുള്ള കാര്യത്തിലൊക്കെ നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയകളെല്ലാം കാണാറുണ്ട് ടാറ്റ മോട്ടോഴ്സിന്റെ വാഹനങ്ങളെ പറ്റി. അപ്പൊ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. എന്ത് മനസ്സിലാക്കാൻ സാധിക്കും, ഈ കമ്പനിയുടെ വണ്ടി അത്യാവശ്യം നല്ല വണ്ടിയാണ്, ആളുകൾ എടുക്കുന്നുണ്ട്. നമുക്ക് റോഡിൽ നോക്കി കാണാൻ സാധിക്കും അത്യാവശ്യം ഒരുപാട് വണ്ടികൾ സെയിൽ ആവുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് വണ്ടികൾ മീൻസ് മുമ്പത്തെ കാലഘട്ടമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടാറ്റ മോട്ടോഴ്സിന്റെ ഒരുപാട് വാഹനങ്ങൾ ഇപ്പൊ സെയിൽ ആവുന്നുണ്ട്. നമ്മൾ റോഡിലേക്ക് നോക്കി നമുക്ക് കാണാൻ സാധിക്കുന്നത് മെജോറിറ്റി മാരുതി സുസുക്കിന്റെ വാഹനങ്ങളായിരിക്കും, മാരുതി സുസുക്കിന്റെ കാറുകളായിരിക്കും നമുക്ക് റോഡിലേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്നത്. ഒരു 70-80% വാഹനങ്ങളും മാരുതി സുസുക്കിയുടേതായിരിക്കും. എന്നിരുന്നാലും ടാറ്റ മോട്ടോഴ്സ് എന്ന കമ്പനിയുടെ മുമ്പത്തെ വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പൊ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള അത്യാവശ്യം ആളുകൾ വാങ്ങുന്ന വാഹനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇലക്ട്രോണിക് വാഹനങ്ങൾ, ഇ വി കാറുകൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നെക്സന്റെ ഇവികൾ നമ്മൾ ഒരുപാട് ഇപ്പൊ കാണാറുണ്ട്. അത് നെക്സന്റെ ഇവിക്ക് അത്യാവശ്യം നല്ല സെയിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഒരു ഇലക്ട്രോണിക് ബൂം വന്നു കഴിഞ്ഞാൽ, ഇലക്ട്രോണിക് വാഹനങ്ങൾ ഒരുപാട് നിരത്തിലിറങ്ങുന്ന ഒരു കാലം വന്നു കഴിഞ്ഞാൽ ടാറ്റ മോട്ടോഴ്സിന്റെ വാഹനങ്ങൾക്ക് അത്യാവശ്യം അന്നും സെയിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഒരുപാട് ആളുകൾ നെക്സന്റെ ഇ വാഹനം എടുക്കുന്നുണ്ട്, നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഇത് റെക്കമെൻഡേഷൻ ആയിട്ടല്ല ഞാൻ പറയുന്നത്, ഇങ്ങനെയൊക്കെ നമുക്ക് സ്റ്റോക്കുകൾ ഫണ്ടമെന്റൽ സ്റ്റഡി നടത്താൻ സാധിക്കുന്നതാണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ മുമ്പ് പെയിന്റിംഗ് സെക്ടറിൽ ഏഷ്യൻ പെയിന്റ്സിന്റെ ഉദാഹരണം ഞാൻ ഇതുപോലെ പറഞ്ഞു തന്നിരുന്നു. ഏഷ്യൻ പെയിന്റ്സിന്റെ കാര്യത്തിൽ നമുക്ക് ജസ്റ്റ് നമുക്കറിയാം പെയിന്റ് എന്ന ആ ഒരു ഘടകം, പെയിന്റ് എന്ന് പറയുന്ന സാധനം നമ്മൾ വീടുകളിലെല്ലാം യൂസ് ചെയ്യാറുണ്ട്. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞാൽ ചിലപ്പോൾ റീപെയിന്റിങ്ങും ചെയ്യാറുണ്ട്. പുതിയതായിട്ട് ഉണ്ടാകുന്ന ബിൽഡിങ്ങിലെല്ലാം പെയിന്റ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന പെയിന്റോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന പെയിന്റ് ഏത് കമ്പനിയുടെ നമുക്ക് ചിലപ്പോൾ അറിയാൻ സാധിക്കും. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കടയിൽ പോയാൽ നമുക്ക് അറിയാൻ സാധിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ സെയിൽ ആവുന്നത് ഏത് കമ്പനിയുടെ പെയിന്റാ. അല്ലെങ്കിൽ ആ ഒരു കടക്കാരന് അറിയാൻ ചാൻസ് ഉണ്ടായിരിക്കും നല്ല കമ്പനി ഏതാന്നുള്ളത്. അപ്പൊ അങ്ങനെ നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്ക് ആ ഒരു കമ്പനിയിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ട്, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരുപാട് പ്രൊഡക്റ്റുകളുടെ കമ്പനികളെല്ലാം ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയിരിക്കും. അതിലൊന്നാണ് ഹിന്ദുസ്ഥാനി യൂണിലിവറിന്റെ പ്രൊഡക്റ്റുകൾ.
ഹിന്ദുസ്ഥാനി യൂണിലിവർ എന്ന കമ്പനിയുടെ ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന സോപ്പുകൾ, പല സോപ്പുകളും ഹിന്ദുസ്ഥാനി യൂണിലിവറിന്റെയാണ്. നമ്മുടെ ഈ ഹോർലിക്സ് ആണെങ്കിലും ബൂസ്റ്റ് ആണെങ്കിലും അങ്ങനെയുള്ള പല പല ഒരുപാട് സാധനങ്ങൾ ഹിന്ദുസ്ഥാനി യൂണിലിവർ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം, ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ കോൾഗേറ്റിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. നമ്മൾ കോൾഗേറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കോൾഗേറ്റ് എന്ന ആ ഒരു കമ്പനി, അല്ലെങ്കിൽ ആ കോൾഗേറ്റ് എന്ന കമ്പനിയുടെ ആ പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളെ പോലെ ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ബൈ ചെയ്യുന്നുണ്ട്. നമ്മളെ പോലെ ഒരുപാട് ആളുകൾ ബൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആളുകൾ ആ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? കമ്പനിക്ക് അത്യാവശ്യം സെയിൽസ് നടക്കുന്നുണ്ട് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്യാവശ്യം സെയിൽസ് നടക്കുമ്പോൾ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ എവിടെ നോക്കാം? നമുക്ക് ഇത് ആ സ്ക്രീനിൽ നോക്കാൻ പറ്റും. നമുക്കിപ്പോ ഇത് ടാറ്റ എലക്സി ആണ്. നമുക്കിവിടെ നോക്കാൻ സാധിക്കും ഈ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് എത്ര എന്നുള്ളത്. ഒരു ഇയർലി പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് 2012 34 കോടിയായിരുന്നു ടാറ്റ എലക്സിയുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അത് 2023 വന്നപ്പോൾ 755 കോടി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടെ കാണാൻ സാധിക്കും എന്ത് പ്രോഫിറ്റിന്റെ ഗ്രോത്ത് നമുക്കിവിടെ കാണാൻ സാധിക്കും. 34 കോടിയായിരുന്നു, പിന്നെ നെക്സ്റ്റ് ഇയറിൽ അത് 21 കോടിയായിട്ട് കുറഞ്ഞു, പിന്നെ 75 വന്നു, 103 അങ്ങനെ കൂടി കൂടി വരുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് കൂടിയെന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ TTM ട്രെയിലിംഗ് 12 മന്തിൽ കഴിഞ്ഞ 12 ക്വാർട്ടറിലെ നോക്കുകയാണെങ്കിൽ 797 കോടി അവിടെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഈ ടാറ്റ എലക്സി. ടാറ്റ എലക്സിയുടെ മാർക്കറ്റ് ക്യാപ്പ് എത്ര ഉള്ളൂ? 46,553 കോടിയാണ് ടാറ്റ എലക്സിയുടെ മാർക്കറ്റ് ക്യാപ്പ്. കറന്റ് പ്രൈസ് 7,475. ഈ 7,475 എന്നുള്ളൊരു കാരണം കൊണ്ട് ഒരുപാട് ആളുകൾ ഈ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതിരിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം 7,475 അല്ല, ഇനി ഷെയർ എത്ര വരെ കയറി പോകാൻ എന്നുള്ളൊരു ധാരണ ഉണ്ടായിരിക്കാം. പക്ഷെ അങ്ങനെയല്ല. ഈ ഷെയറിന്റെ പ്രൈസ് 20,000 പോയാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം അത്രയും പ്രൈസ് വരെ പോകാൻ ചാൻസ് ഉള്ള കമ്പനി തന്നെയാണ് ഈ ടാറ്റ എലക്സി എന്ന് പറയുന്നത്. 20,000 ഒക്കെ പോകും ഈ കമ്പനി. കാരണം മാർക്കറ്റ് ക്യാപ്പ് 46,000 കോടിയുള്ളൂ. വളരെ കുറഞ്ഞൊരു മാർക്കറ്റ് ക്യാപ്പാണ് ടാറ്റ എലക്സിയുടേത്. അപ്പൊ നമ്മൾ അതിന് കൂടെ നമ്മൾ നോക്കുമ്പോൾ നമുക്കിവിടെ രണ്ട് റേഷ്യോസ് കാണാൻ സാധിക്കും. ROCE അതുപോലെ തന്നെ ROE. ROE എന്ന് പറയുമ്പോൾ റിട്ടേൺ ഓൺ ഇക്വിറ്റിയും ROCE എന്ന് പറയുന്നത് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡും ആണ്. ഈ രണ്ട് റേഷ്യോസും നമുക്ക് ഒരു കമ്പനിയുടെ ഫണ്ടമെന്റൽ സ്റ്റഡി നടത്തുമ്പോൾ ഉപകാരപ്പെടുന്ന റേഷ്യോസ് ആണ്. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അത്യാവശ്യം നല്ലൊരു റേഷ്യോ ആണ് ഈ കാണിക്കുന്നത്. 47.41 ഈ കാണിക്കുന്നത് അത്യാവശ്യം നല്ലൊരു റേഷ്യോ തന്നെയാണ്. അത്യാവശ്യം ഒരു 15-20% മുകളിൽ ROE ROC ഒരു കമ്പനി ആണെങ്കിൽ ആ കമ്പനി അത്യാവശ്യം ഫിനാൻഷ്യലി ഒക്കെ നല്ല സ്ട്രോങ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ROE എന്ന് പറയുമ്പോൾ റിട്ടേൺ ഓൺ ഇക്വിറ്റി, അതായത് ഷെയർ ഹോൾഡേഴ്സിന്, അതായത് ഈ ROE നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് മൊത്തത്തിൽ ആനുവൽ നെറ്റ് ഇൻകത്തിനെ നമ്മുടെ ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സിന്റെ ഇക്വിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പെർസെന്റേജ് ആണ് ഈ ഒരു ROE എന്ന് പറയുന്നത്. അതായത് ആ ഒരു കമ്പനി എത്രത്തോളം ഫിനാൻഷ്യലി അവരുടെ ഇക്വിറ്റി ക്യാപിറ്റൽ യൂസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഇക്വിറ്റി ക്യാപിറ്റൽ കൊണ്ട് എത്രത്തോളം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഈ ROE കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് റിട്ടേൺ ഓൺ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് ഈ ഒരു റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് വേറൊരു കമ്പനി നോക്കുകയാണെങ്കിൽ എക്സാം ഉണ്ട്. നമുക്ക് ടാറ്റ ടെക്നോളജി നോക്കുകയാണെങ്കിൽ ടാറ്റ ടെക്നോളജിക്ക് അത്യാവശ്യം 23.7 ഉണ്ട്. കുഴപ്പമില്ലാത്തൊരു റേഷ്യോ തന്നെയാണ് വരുന്നത്. ഇതെല്ലാം IT മേഖലയിലുള്ള കമ്പനികളായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ROE ROC നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിവിടെ വോഡഫോൺ ഐഡിയ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റിട്ടേൺ ഓൺ ഇക്വിറ്റി കാണിക്കുന്നില്ല. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് -3.82%. അപ്പൊ തന്നെ നമുക്ക് ഇതിന്റെ വാല്യൂഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും കമ്പനി അത്രത്തോളം നല്ല രീതിയിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡ് സ്റ്റഡി നടത്തിക്കൊണ്ട് മാത്രമേ ഈ ഒരു കമ്പനിയെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ ടാറ്റ എലക്സിയിലേക്ക് തന്നെ വരാം. നമുക്കിവിടെ ROE എത്ര വരുന്നുണ്ട്? റിട്ടേൺ ഓൺ ഇക്വിറ്റി എത്ര വരുന്നുണ്ട്? 41.1%. അത്യാവശ്യം നല്ലൊരു പെർസെന്റേജ് തന്നെയാണ് 41.1 എന്ന് പറയുന്നത്. ഒരു 15%-നും 20%-നും മുകളിലൊക്കെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഊഹിക്കാവുന്നതാണ് കമ്പനി അത്യാവശ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്, നല്ല പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് പോകുന്നുണ്ട് എന്ന് നമുക്ക് ഇതുകൊണ്ട് ഊഹിക്കാൻ അല്ലെങ്കിൽ അസ്യൂം ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് ROE ഒക്കെ കൂടി വരികയാണെങ്കിൽ അത്രയും എഫിഷ്യന്റ് ആയിട്ട് ആ കമ്പനി ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. ROCE എന്ന് പറയുമ്പോൾ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്, അതായത് നമ്മുടെ
ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഉണ്ട്. അതായത് നമ്മുടെ ടാക്സും ഇൻട്രസ്റ്റ് എല്ലാം ഡിഡക്ട് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു ഏണിങ്സ് ഉണ്ടല്ലോ, ആ ഏണിങ്സിനെ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വാല്യൂ ആണ് ഈ ROCE എന്ന് പറയുന്നത്. നമ്മൾ ഈ കാൽക്കുലേഷൻ ഒന്നും അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ റേഷ്യോകൾ എന്തിനാ യൂസ് ചെയ്യുന്നത്, ആ ഒരു കമ്പനി എത്രത്തോളം എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം എഫിഷ്യന്റ് ആയിട്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, ക്യാപിറ്റൽ യൂസ് ചെയ്തുകൊണ്ട് എത്രത്തോളം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ റിട്ടേൺ ഷെയർ ഹോൾഡേഴ്സിന്റെ ഇക്വിറ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്രത്തോളം റിട്ടേൺ ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് ഈ റേഷ്യോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ ഈ റേഷ്യോകള് യൂസ് ചെയ്യുന്നത് എന്തിനാണ്, ഈ റേഷ്യോകൾ നമ്മൾ ഡീറ്റെയിൽ പഠിച്ചിട്ടില്ലെങ്കിലും നമ്മൾ നോക്കുക, നമ്മൾ നോക്കുമ്പോൾ ROE 47.7 എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു റേഷ്യോ ആണ്. ROCE 47.7 ഉണ്ട്, ROE 41 ഉണ്ട്. വോഡഫോൺ ഐഡിയയുടെ കേസിലേക്ക് വരുമ്പോൾ എത്ര ഉള്ളൂ, ROCE മൈനസ് ആണ്. അതായത് മൈനസ് എന്ന് പറയുമ്പോൾ കമ്പനി ഇവിടെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നില്ല. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് എത്രയാണ് വരുന്നത്, 2023 മാർച്ചിൽ 29,000 കോടിയാണ് വോഡഫോൺ ഐഡിയയുടെ നഷ്ടം. അപ്പൊ നമുക്ക് ഊഹിക്കാൻ സാധിക്കൂടെ, ഊഹിച്ചെടുക്കാൻ സാധിക്കൂടെ, കമ്പനി നഷ്ടത്തിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പക്ഷെ 2020 കമ്പയർ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ലോസിന്റെ എണ്ണം ഇവിടെ, ലോസിന്റെ എമൗണ്ട് ഇവിടെ കുറഞ്ഞു വന്ന് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ എന്നിരുന്നാലും 29,000 കോടിക്ക് നെറ്റ് ലോസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഹ്യൂജ് എമൗണ്ട് തന്നെയാണ് ലോസ് ആയിട്ട് ഈ കമ്പനി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് ഈ വോഡഫോൺ ഐഡിയ എന്നൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ നോക്കണം, ഈ കമ്പനി തിരിച്ചു വരുമോ എന്നുള്ള കാര്യം നമ്മൾ പരിഗണിക്കണം. നമുക്ക് ഇവിടെ മനസ്സിലാക്കി എടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ത്, വോഡഫോൺ ഐഡിയ നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് ആ ഒരു കമ്പനിയിൽ ഒന്നും നോക്കാതെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് കാര്യമില്ല. പക്ഷെ നമുക്ക് ഈ കമ്പനിയെ കംപ്ലീറ്റ്ലി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതിരിക്കാനും കഴിയില്ല. കാരണം അങ്ങനല്ല, കഴിയില്ല എന്നല്ല, കംപ്ലീറ്റ്ലി നമുക്ക് ഈ ഒറ്റ പോയിന്റ് കൊണ്ട് മാത്രം കമ്പനിയെ ഒഴിവാക്കാൻ സാധിക്കില്ല. കാരണം നമ്മൾ എന്ത് നോക്കണ്ടേ, നമ്മളവിടെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. ഇത് വെറും ജസ്റ്റ് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്, കണക്കുകൾ മാത്രമാണ് ഈ കാണിക്കുന്നത്. പക്ഷെ കണക്കുകൾക്ക് പുറമെ നമുക്ക് അല്ലാതെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വോഡഫോൺ ഐഡിയ 29,000 കോടിയാണ് അതിന്റെ നെറ്റ് ലോസ് കാണിക്കുന്നത്. പക്ഷെ ഈ കമ്പനി തിരിച്ചുവരവിന്റെ സൂചനകൾ നമുക്ക് തരികയാണെന്നുണ്ടെങ്കിൽ, എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വലിയൊരു കമ്പനിയുമായിട്ട് ടൈപ്പ് ചെയ്യണം. ഇപ്പൊ ഭാരതി എയർടെൽ ടൈപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ കമ്പനി, അല്ലെങ്കിൽ ഇന്ത്യൻ സർക്കാർ ഈ ഒരു കമ്പനിയുടെ എത്ര ശതമാനം ഷെയർ ഏറ്റെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അങ്ങനെ നമ്മൾ ഈ കമ്പനി തിരിച്ചു വരുമോ ഇല്ലേ എന്നുള്ള സ്റ്റഡി നമുക്ക് നടത്താൻ സാധിക്കും. സ്റ്റഡി നടത്താൻ നമ്മൾ പല കാര്യങ്ങൾ പരിഗണിക്കണം. എന്തൊക്കെ പരിഗണിക്കണം, ഇപ്പൊ നമ്മൾ നിലവിൽ ഈ വോഡഫോണിന്റെ സിം യൂസ് ചെയ്യുന്ന പല ആളുകൾ ഉണ്ടായിരിക്കും. പക്ഷെ എന്നിരുന്നാലും കമ്പനിക്ക് ഇപ്പോഴും കസ്റ്റമേഴ്സ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കസ്റ്റമേഴ്സിനെ കമ്പനി തിരിച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ കമ്പനി ചെയ്യണം. അപ്പൊ ആ കാര്യങ്ങൾ കമ്പനി ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പൊ എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ ഇപ്പൊ ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ വോഡഫോൺ ഐഡിയ എന്ന കമ്പനി എന്ന് പറയുന്നത് എന്താണ്, നെറ്റ്വർക്ക് കമ്പനിയാണല്ലോ, സിം പ്രൊവൈഡർ ആണല്ലോ. അപ്പൊ നമുക്ക് ഈ കമ്പനി തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ കമ്പനി ലാഭത്തിലേക്ക് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്തെ കാര്യം, ആളുകളെ ആകർഷിക്കുന്ന രീതിയിൽ നല്ല ഓഫറുകൾ കൊടുക്കുക, നല്ല അഡ്വർടൈസ്മെന്റ് എല്ലാം കൊടുത്തിട്ട് ഓഫർ കൊടുക്കുമ്പോൾ ആളുകൾ ഈ ഒരു കമ്പനിയുടെ സിമ്മുകൾ എടുക്കാം. പക്ഷെ നമ്മൾ അവിടെ വേറൊരു കാര്യം കൂടി പരിഗണിക്കണം, ആളുകൾ ജസ്റ്റ് ഓഫർ മാത്രം നോക്കിയിട്ട് എടുക്കില്ല, നെറ്റ്വർക്ക് കവറേജ് ആളുകൾ പരിഗണിക്കും, സ്പീഡ് പരിഗണിക്കും. അപ്പൊ നല്ല സ്പീഡും അത്യാവശ്യം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അത്യാവശ്യം എല്ലായിടത്തും നെറ്റ്വർക്ക് കവറേജും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിന് പുറമെ അത്യാവശ്യം നല്ല ഓഫറും കൊടുക്കുമ്പോൾ ആളുകൾ ഈ കമ്പനിയിലേക്ക് എന്ത് ചെയ്യാം, തിരിച്ചു വരാം. പക്ഷെ അങ്ങനെ തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഓഫറുകൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കമ്പനിക്ക് എന്ത് വേണം, കമ്പനിക്ക് കയ്യിൽ പൈസ വേണം. പൈസ ഇല്ലാതെ ഇവർക്ക് ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ പൈസ വരണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് വേറെ ഇൻവെസ്റ്റ്മെന്റുകൾ സ്വീകരിക്കണം. വോഡഫോൺ എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് കമ്പനി ആയിരുന്നു. പക്ഷെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലുള്ള വോഡഫോൺ ആയിട്ടുള്ള എല്ലാ കണക്ഷനും അവര് ഒഴിവാക്കിയിരുന്നു, ഈ കമ്പനിയെ ഏറ്റെടുക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞ കമ്പനി ഇൻ കേസ് ഇനി ഫ്യൂച്ചറിൽ ഈ കമ്പനിയെ ഏറ്റെടുത്തുകൊണ്ട് തിരിച്ചു കൊണ്ടുവരാൻ നോക്കുകയാണെങ്കിൽ, ഇനി അതല്ല അദാനിയുമായിട്ടോ ടാറ്റയുമായിട്ടോ ഒക്കെ ടൈപ്പ് ആയിക്കൊണ്ട് ഈ വോഡഫോൺ ഐഡിയ തിരിച്ചു വരാൻ ശ്രമിക്കുകയാണെങ്കിലൊക്കെ നമുക്ക് ഊഹിക്കാം, അല്ലെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എന്ത്, ഈ കമ്പനി തിരിച്ചു വരാമെന്നുള്ളത്. അതായത് നമുക്ക് കംപ്ലീറ്റ്ലി ഒരു കമ്പനിയെ ഒഴിവാക്കുന്നതിന് മുമ്പ് നമ്മൾ വേറെയും ഒരുപാട് ഫാക്ടേഴ്സ് പരിഗണിക്കേണ്ടതുണ്ട്. അതായത് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഈ കണക്കുകൾ മാത്രം നോക്കിക്കൊണ്ട് ഒരു കമ്പനിയെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഇതും പരിഗണിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വോഡഫോൺ ഐഡിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റിയ കമ്പനിയാണ് എന്നല്ല, നമുക്ക് ഈ കണക്കുകൾ മാത്രം നോക്കിക്കൊണ്ട് വോഡഫോൺ ഐഡിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കമ്പനിയാണെന്ന് പറയാൻ സാധിക്കില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് ഇപ്പോ ടാറ്റ എന്നൊരു ഗ്രൂപ്പ്, ടാറ്റ ഗ്രൂപ്പുമായിട്ട് വോഡഫോൺ ഐഡിയ ടൈപ്പ് ചെയ്തുകൊണ്ട്
രണ്ട് കമ്പനിയും കൂടി ഒരുമിച്ച് പ്രവർത്തിക്കാൻ പോവുകയാണെന്നൊരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ ഇമ്പാക്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. കാരണം എന്താണ്, ടാറ്റ എന്ന് പറയുന്ന ഒരു കമ്പനിയുമായിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ട് വോഡഫോൺ ഐഡിയ മുന്നോട്ട് പോവുകയാണെങ്കിൽ കമ്പനിക്ക് തിരിച്ചു വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാലോ. കമ്പനി ടാറ്റയുമായിട്ടാണ് ടൈപ്പ് ചെയ്യുന്നത്, തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട് എന്ന് നമുക്ക് ഒരു ഊഹം, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു അസംശം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. നമുക്ക് അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ സാധിക്കില്ല. അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടർ നടപടികൾ എന്ന് നോക്കിക്കൊണ്ട് നമുക്ക് ഇങ്ങനെ ഇതിനെ വാച്ച് ചെയ്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ കമ്പനിയിൽ ഇനി ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ സാധിക്കുമല്ലോ. അപ്പൊ നമ്മൾ അങ്ങനെ ജസ്റ്റ് ഒരു ടൈപ്പ് ആയി എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രം ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടും കാര്യമില്ല. നമ്മൾ എന്തൊക്കെ നോക്കണം, അങ്ങനെയാണെങ്കിലും എന്തൊക്കെയാണ് ഇവരുടെ പ്ലാനുകൾ, അല്ലെങ്കിൽ ഇവര് എന്തൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്, എന്തൊക്കെ ടാറ്റയുമായിട്ട് ടൈപ്പ് ചെയ്യുമ്പോൾ ടാറ്റയ്ക്ക് ഇതിൽ എത്ര ശതമാനം ഷെയർ ഉണ്ട്, അങ്ങനെയുള്ള അങ്ങനെ ഒരുപാട് 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 കാര്യങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ പരിഗണിച്ചുകൊണ്ട് വേണം എന്ത് ചെയ്യേണ്ടത്, ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്ന് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ടാറ്റ എലക്സിന്റെ കേസ് ഞാൻ പറഞ്ഞു. ടാറ്റ എലക്സി നോക്കുമ്പോൾ അത്യാവശ്യം ഫണ്ടമെന്റലി ഈ ഡാറ്റകളെല്ലാം നോക്കുമ്പോൾ കമ്പനി അത്യാവശ്യം ഫണ്ടമെന്റലി സ്ട്രോങ് ആണ്. പക്ഷെ ഈ കമ്പനി നമ്മൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി പരിഗണിക്കുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും ആദ്യത്തെ കാര്യം, നമ്മൾ ആദ്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ആദ്യം നോക്കേണ്ട കാര്യം എന്താണ്, ഈ കമ്പനി എന്ത് ബിസിനസ് ആണ് ചെയ്യുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പൊ ടാറ്റ എലക്സി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും, ഇവിടെ കമ്പനിയെ കുറിച്ച് എബോട്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഈ ഓപ്ഷനിൽ നോക്കിക്കൊണ്ടാൽ നമുക്ക് ഇവിടെ നോക്കിക്കൊണ്ട് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. വോഡഫോൺ ഐഡിയ ആണെങ്കിൽ ഇവിടെ കാണുന്നുണ്ടല്ലോ, ലാർജ് ടെലികോം ലീഡിംഗ് ടെലികോം സർവീസ് പ്രൊവൈഡർ ആണ് ഇന്ത്യയിലെ. അപ്പൊ അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ ടാറ്റ അലക്സിന്റെ ഇവിടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, നമുക്കിവിടെ കാണാൻ സാധിക്കും. ടെക്നോളജി, അത് ഒരു IT ഫീൽഡിലുള്ള ഒരു കമ്പനി തന്നെയാണ്, നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ലീഡിംഗ് പ്രൊവൈഡേഴ്സ് ഓഫ് ഡിസൈൻ ആൻഡ് ടെക്നോളജി സർവീസസ് അക്രോസ് ഇൻഡസ്ട്രീസ് ഇൻക്ലൂഡ് ഓട്ടോമോട്ടീവ്, മീഡിയ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ. അപ്പൊ മെയിൻ ആയിട്ട് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ടെക്നോളജി തന്നെയാണെങ്കിലും ഡിസൈൻ ആണ് ചെയ്യുന്നത്. അത് EV, ഇപ്പൊ ഒരു യന്ത്രം പ്രവർത്തിക്കാൻ, അപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ EV ആണെങ്കിലും അതിന്റെയൊക്കെ ഡിസൈനും കാര്യങ്ങളും ചെയ്യുമല്ലോ. EV കാറുകളുടെ ഡിസൈൻ, അതിന്റെ സോഫ്റ്റ്വെയർ കാര്യങ്ങളും ചെയ്യുന്ന ആ ഒരു ടൈപ്പ് കമ്പനിയാണ് ഈ ടാറ്റ എലക്സി എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഇൻഫോർമേഷൻ ടെക്നോളജി ഫീൽഡ് തന്നെയാണ് ഈ ടാറ്റ എലക്സി എന്ന് പറയുന്ന കമ്പനി പ്രവർത്തിക്കുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ എന്താണ് തിങ്ക് ചെയ്യേണ്ടത്, എന്താണ് നമ്മൾ എന്താണ് അവിടെ ആലോചിക്കേണ്ടത്, ഈ ഒരു സെക്ടർ അല്ലെങ്കിൽ ഈ ഒരു കമ്പനി ചെയ്യുന്ന ബിസിനസ് ഭാവിയിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ എന്ന് നമ്മൾ പരിഗണിക്കണം. അല്ലെങ്കിൽ ഭാവിയിൽ ഇതിന് എത്രത്തോളം സ്കോപ്പ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഡാറ്റകൾ, ഈ കണക്കുകൾ മാത്രം നോക്കിക്കൊണ്ട് നമ്മൾ ഒരിക്കലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി പരിഗണിക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ക്വാളിറ്റേറ്റീവ് ആയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഒരു കമ്പനിയിൽ നമുക്ക് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോക്കുകൾ പരിഗണിക്കേണ്ടത്. ഈ പറഞ്ഞ പോയിന്റുകൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് ഞാൻ നേരത്തെ ഏഷ്യൻ പെയിന്റ്സിന്റെ എക്സാമ്പിൾ പറഞ്ഞതും ടാറ്റ മോട്ടോഴ്സിന്റെ എക്സാമ്പിൾ പറഞ്ഞതും കോൾഗേറ്റിന്റെ എക്സാമ്പിൾ പറഞ്ഞതൊക്കെ നമ്മുടെ ഓരോ ഫണ്ടമെന്റൽ സ്റ്റഡിയുടെ ഭാഗം തന്നെയാണ്. നമ്മൾ ഈ സ്ക്രീനർ എന്ന വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്, മെയിൻ ആയിട്ട് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഡാറ്റകൾ നോക്കാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ രണ്ട് റേഷ്യോസ് പറഞ്ഞു, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡും റിട്ടേൺ ഓൺ ഇക്വിറ്റിയും. അത്യാവശ്യം നല്ല ഒരു പെർസെന്റേജ് തന്നെയാണ് ഈ കൊടുത്തിരിക്കുന്നത്, 47. നല്ലതെന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ് അത്യാവശ്യം വലിയൊരു മറ്റ് കമ്പനികളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം വലിയൊരു പെർസെന്റേജ് ഇവിടെ കാണാൻ സാധിക്കും. നമുക്കിവിടെ ഈ കമ്പാരിസണിൽ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ടാറ്റ എലക്സി ROCE ഏറ്റവും കൂടുതൽ ടാറ്റ എലക്സിക്ക് വരുന്നത്, ROE റിട്ടേൺ ഓൺ ഇക്വിറ്റിയും ടാറ്റ എലക്സിക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ വരുന്നത്, നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കണ്ടല്ലോ, 47.74, 41.07. ഇവിടെ ഒറാക്കിൾ ഫിൻ സർവീസസ് ഉണ്ട്, ഇവിടെ 35.11 വരുന്നത്. ROE 24.81. ഇതും മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. ഈ കമ്പനി എടുത്ത് നോക്കിയാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും 63,777 കോടിയാണ് ഈ ഒരു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് വരുന്നത്. അപ്പൊ നമ്മൾ ഈ കമ്പാരിസൺ വരുന്ന ഈ ഒരു സെക്ഷൻ ഉണ്ടല്ലോ, നമ്മൾ ഒരു സെക്ടർ, ഇത് IT സോഫ്റ്റ്വെയർ ആണ് ഈ ഒരു ഇത് വരുന്നത്, സെക്ടർ വരുന്നത്. അപ്പൊ ഈ സെക്ടറിൽ നിന്ന് നമ്മൾ ഒരു കമ്പനി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി പരിഗണിക്കുമ്പോൾ ഇപ്പൊ നമുക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ ഇതിൽ 3-4 കമ്പനികൾ അത്യാവശ്യം നല്ലതായിരിക്കാം. പക്ഷെ നമ്മൾ ഈ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും ബെറ്റർ ഏതാണെന്ന് തോന്നുന്ന കമ്പനിയിൽ വേണം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ. അതായത് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു 10 സെക്ടറിലേക്കാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും,
ഓരോ സെക്ടറിലേക്കും ഓരോ ലക്ഷം വീതം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ 20 കമ്പനികളിലാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 20 സെക്ടറിലെങ്കിൽ 20 കമ്പനികളിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 50,000 വീതം ഓരോ സെക്ടറിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഇവിടെയും പൊസിഷൻ സൈസിങ് കീപ്പ് ചെയ്യണം. അത് എന്തിനാന്ന് വെച്ചാല് ഇപ്പൊ നമ്മൾ 10 കമ്പനികളിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു, 1 ലക്ഷം വീതം ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന 10 കമ്പനികളും നല്ല രീതിയിൽ പെർഫോം ചെയ്യണമെന്നില്ല, നമ്മുടെ എല്ലാ സ്റ്റഡിയും കറക്റ്റ് ആവണമെന്നില്ല. പക്ഷെ നമ്മൾ ഈ പൊസിഷൻ സൈസിങ് നോക്കിയിട്ടാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രാറ്റജി പ്രകാരം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഒന്നോ രണ്ടോ മൂന്നോ കമ്പനികൾ എങ്ങനെ തകർന്നു പോയാലും ബാക്കിയുള്ള കമ്പനികളിൽ നിന്ന് നമുക്ക് അതിനേക്കാൾ മികച്ചൊരു വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അല്ലാതെ നമ്മളിപ്പോ ഒരു എക്സാമ്പിളിൽ നമുക്ക് നല്ല കമ്പനിയാണെന്ന് തോന്നി നമ്മുടെ സ്റ്റഡി പ്രകാരം അത്യാവശ്യം നല്ല സ്ട്രോങ് ആണെന്ന് തോന്നുന്നത് കമ്പനി നമ്മൾ എന്ത് ചെയ്തു, ഒരു 5 ലക്ഷം ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു. ബാക്കി 5 ലക്ഷം നമ്മൾ ഒരു 9 കമ്പനികളിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു. നമ്മൾ ആ 9 കമ്പനികളിൽ 5 ലക്ഷം ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത 5 ലക്ഷം മാത്രം ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത കമ്പനി നമ്മുടെ സ്റ്റഡിയുടെ നേരെ വിപരീതം സംഭവിച്ചു. ആ കമ്പനി തകർന്നു പോയി, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ലോസ് സംഭവിച്ചു, ഒരു 90% ലോസ് സംഭവിച്ചു വിചാരിക്കുക. ആ ഒരു കമ്പനിയിൽ നിന്ന് മാത്രം നമുക്ക് 4 ലക്ഷം ലോസ് സംഭവിച്ചേക്കാം. ബാക്കി കമ്പനികളിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ചിലപ്പോൾ ഈ 4 ലക്ഷത്തിനേക്കാളും പ്രോഫിറ്റ് ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. നേരെ മറിച്ച് ആ ഒരു കമ്പനിയിൽ നമ്മൾ 1 ലക്ഷമായി ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ മാക്സിമം വരുന്ന ലോസ് എത്രയാണ്, 1 ലക്ഷം മാത്രമേ ലോസിലുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മളൊരു കമ്പനിയിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി പരിഗണിച്ചിട്ട് നോക്കിയിട്ട് വെറുതെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് പോയാൽ മാത്രം പോരാ. നമ്മളെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത കമ്പനി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആ കമ്പനിയുടെ ന്യൂസുകൾ ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം കമ്പനിക്ക് എപ്പോ വേണമെങ്കിലും ഈ നഷ്ടം സംഭവിക്കാം, എപ്പോ വേണമെങ്കിലും ലാഭം സംഭവിക്കാം. ഇതൊന്നും നമുക്ക് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇതൊന്നും 100% സംഭവിക്കുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. ഇപ്പൊ ടാറ്റ മോട്ടോഴ്സ് തന്നെ എക്സാം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് എന്ന കമ്പനിക്ക് ഇനിയിപ്പോ വേണമെങ്കിൽ ഫ്യൂച്ചറിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാലോ. അല്ലെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് എന്ന കമ്പനി ഭാവിയിൽ ഇറക്കുന്ന കാറുകൾക്ക് ആളുകൾ ഡിമാൻഡ് ഇല്ല, അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച കാറുകൾ വന്നു വിചാരിക്കാം. ഇപ്പൊ EV കാറുകൾ നോക്കിയാൽ നെക്സണിന്റെ ഒരുപാട് കാറുകൾ കാണുന്നുണ്ടല്ലോ. പക്ഷെ ടെസ്ല എന്ന കമ്പനിയുടെ കാറുകൾ ഇന്ത്യൻ നിരത്തിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ചാൻസ് ഒന്നല്ല, ഇന്ത്യയിലേക്ക് എന്തായാലും ടെസ്ലയുടെ കാറുകൾ വരും. അതെല്ലാം EV കാറുകളായിരിക്കും. ടെസ്ലയുടെ കാറുകൾ നല്ലതാണ്. ഈ ടാറ്റ മോട്ടോഴ്സിന്റെ കാറുകൾ കൊടുക്കുന്ന സെയിം പ്രൈസിനാണ് ടെസ്ലയും കാറുകൾ കൊടുത്താൽ എന്ത് സംഭവിക്കുക, ആളുകൾ ടെസ്ലയുടെ കാർ വാങ്ങാലോ. അങ്ങനെ ടെസ്ലയുടെ കാർ വാങ്ങുമ്പോൾ ആരുടെ ബിസിനസ്സാണ് പോകുന്നത്, ടാറ്റ മോട്ടോഴ്സിന്റെ ബിസിനസ്സിലേക്ക് പോകുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പരിഗണിച്ചിട്ട് വേണം ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു കമ്പനി വരുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത കമ്പനിക്ക് എന്ത് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് നമ്മൾ അത് ഇൻവെസ്റ്റ്മെന്റ് തുടരണോ വേണ്ടോ എന്നുള്ള കാര്യം നമുക്ക് തിങ്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് അങ്ങനെയും തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നതാണ്. മനസ്സിലായി? ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നമ്മൾ ഈ രണ്ട് റേഷ്യോസ് എന്തിനാ യൂസ് ചെയ്യുന്ന മനസ്സിലായല്ലോ. അപ്പൊ ഈ റേഷ്യോസ് നോക്കിക്കൊണ്ട് നമുക്ക് ഇതിപ്പോ കൊടുത്തിരിക്കുന്ന അത്യാവശ്യം നല്ല റേഷ്യോ ആണ്. ഒരു 15%-നൊക്കെ മുകളിലാണ് ROEയും ROCയും കാണിക്കുന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലി അത്യാവശ്യം സ്ട്രോങ് ആണ് ഈ കമ്പനി എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പോയിന്റ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസും അതുപോലെ തന്നെ ക്വാർട്ടർലി റിസൾട്ട് ഒക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ച കാര്യങ്ങളാണ്. താഴേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഉണ്ടോ? ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഈ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു കമ്പനിയെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ കൂടി പരിഗണിക്കണം. അത് എന്തുകൊണ്ടാണെന്ന് ഈ കൊടുത്തിരിക്കുന്ന ഓരോ പോയിന്റുകൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. പ്രൊമോട്ടേഴ്സ് എന്ന് പറയുമ്പോൾ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് തന്നെയാണ്, കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഷെയർ വരുന്നത് ടാറ്റ സൺസിനാണ്, 42.22%. 2021 മുതൽ ഒരു മാറ്റമില്ലാതെ തുടരുന്നുണ്ട് ടാറ്റ സൺസിന്റെ 42.22% ഷെയർ. അതായത് ഇപ്പോഴും 42.22% ഈ കമ്പനിയുടെ ഷെയറും ടാറ്റയുടെ കയ്യിൽ തന്നെയാണ്, ടാറ്റ സൺസിന്റെ കയ്യിൽ തന്നെയാണ് ഈ കമ്പനിയുടെ ഷെയർ ഇപ്പോഴും ഉള്ളത്. അതുപോലെ തന്നെ FII എന്ന് പറയുമ്പോൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ആണ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആണ് FII എന്ന് പറയുന്നത്. DII എന്ന് പറയുമ്പോൾ മെജോറിറ്റി നമ്മുടെ മ്യൂച്വൽ ഫണ്ടുകളായിരിക്കും. നമുക്ക് നോക്കി കാണാൻ സാധിക്കും. ആക്സിസ് മ്യൂച്വൽ ഫണ്ട്, ലൈഫ് LICന്റെ കയ്യിൽ ഷെയർ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട് അത്യാവശ്യം മ്യൂച്വൽ ഫണ്ടുകളാണ് ഈ കാണിക്കുന്ന 6% ഇൻവെസ്റ്റ്മെന്റ് മ്യൂച്വൽ ഫണ്ടുകളാണ്. അതുപോലെ തന്നെ പിന്നെ പബ്ലിക് എന്ന് പറയുമ്പോൾ നമ്മളെ പോലെ തന്നെ പബ്ലിക് ആയിട്ട് ആളുകൾ ഇവിടെ ലിസ്റ്റിൽ കാണിക്കുന്ന അത്യാവശ്യം പെർസെന്റേജ് ഓഫ് ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആളുകളെ ആയിരിക്കും. ഇവിടെ ലിസ്റ്റ് ഒന്നും കാണിക്കുന്നില്ല. നമുക്കിവിടെ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് കാണുന്നുണ്ടല്ലോ. മൊത്തം 5,37,460 ഷെയർ ഹോൾഡേഴ്സ് ആണ് ടാറ്റ എൽഐസി എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് ഉള്ളത്.
അപ്പൊ നമുക്ക് പ്രൊമോട്ടേഴ്സിന്റെ കേസിലേക്ക് വരാം. ഇപ്പൊ ഈ ഒരു കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത് കമ്പനി ആരംഭിച്ച ആളുകൾ തന്നെയാണ് പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത്. കമ്പനിയുടെ ഓണേഴ്സ്, എല്ലാവരും ഓണേഴ്സ് ആണെങ്കിലും കമ്പനി ആരംഭിച്ചാൽ ഈ കമ്പനി റൺ ചെയ്യുന്ന ആളുകളാണ് പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത്. പ്രൊമോട്ടേഴ്സിന്റെ കയ്യിൽ ഇപ്പോഴും 43.92% ഷെയർ ഉണ്ട്. അതായത് വലിയൊരു ഇടിച്ചിലൊന്നും ഇവിടെ വന്നിട്ടില്ല. ഞാൻ വേറൊരു എക്സാമ്പിൾ കാണിച്ചിരുന്നു. സീ കോസ്റ്റ് ഷിപ്പിംഗ് എന്നൊരു കമ്പനി ഉണ്ട്. ഈ ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ, ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കുന്ന കമ്പനിയാണ്, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പരിഗണിക്കാനല്ല. നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും 2021 മാർച്ചിൽ 57.27% പ്രൊമോട്ടേഴ്സും 42.5% പബ്ലിക്കുമായിരുന്നു. അന്ന് ആകെ 1404 ഷെയർ ഹോൾഡേഴ്സേ കമ്പനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രൊമോട്ടേഴ്സിന്റെ എണ്ണം ഇവിടെ കുറഞ്ഞു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. 2022 ഡിസംബറിൽ നിന്ന് 2023 മാർച്ചിലേക്ക് ആയപ്പോൾ ഏകദേശം 8% കുറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് 2023 ഡിസംബറിലേക്ക് ആയപ്പോൾ 0.04% മാത്രം. ബാക്കി 99.97% ആരുടെ കയ്യിലാണ് ഷെയർ ഉള്ളത്? പബ്ലിക്കിന്റെ കയ്യിലാണുള്ളത്. പബ്ലിക്കിന്റെ കയ്യിൽ എന്ന് പറയുമ്പോൾ ഇതുകൊണ്ട് എന്താ മീൻ ചെയ്യുന്നത്? ഈ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് പോലും ആ ഒരു കമ്പനിയെ വിശ്വസിച്ചുകൊണ്ട് ഷെയർ ഹോൾഡ് ചെയ്യുന്നില്ല. അപ്പൊ പ്രൊമോട്ടേഴ്സ് ഒക്കെ ഇങ്ങനെ വിറ്റ് ഒഴിവാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ റീസൺ എന്താന്ന് നോക്കണം. ഇവിടെ പ്രൊമോട്ടേഴ്സ് ഷെയർ എല്ലാം വിറ്റ് ഒഴിവാക്കിക്കൊണ്ട് ഇപ്പൊ പ്രൊമോട്ടേഴ്സിന്റെ കയ്യിൽ ഷെയർ ഇല്ല, എല്ലാം പബ്ലിക്കിന്റെ തലയിലേക്ക് കൊടുത്തിട്ടുണ്ട്. പബ്ലിക് മാത്രമേ ഈ കമ്പനി ഷെയർ ഹോൾഡ് ചെയ്യുന്നുള്ളൂ. പ്രൊമോട്ടേഴ്സ് ആരും തന്നെ ഈ കമ്പനിയുടെ ഷെയർ ഹോൾഡ് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? പ്രൊമോട്ടേഴ്സ് പോലും ഹോൾഡ് ചെയ്യാത്ത ഒരു കമ്പനി എത്രത്തോളം കയറി പോവാമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. പ്രൊമോട്ടേഴ്സ് എല്ലാം ഷെയർ സെല് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇതിന്റെ റീസൺ എന്തുകൊണ്ടാന്ന് അറിയാൻ ശ്രമിച്ചാല്, അല്ലെങ്കിൽ നമുക്ക് അത് അതിന്റെ ഒരു റീസൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബെറ്റർ ആയിരിക്കും. ഇപ്പൊ ഈ ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് എന്തുകൊണ്ടാണ് കുറഞ്ഞു പോയത് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അതായത് എല്ലാ കമ്പനിയുടെ ഇൻഫർമേഷൻ നമുക്ക് അവൈലബിൾ ആവണമെന്നില്ല. അപ്പൊ വലിയ ഡീറ്റെയിൽസ് ഒന്നും കിട്ടാത്ത ഒരു കമ്പനി ആയതുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി പരിഗണിക്കേണ്ടതില്ല. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളിൽ കാണിച്ചു തന്നാണ്. ഇത്രയും ഷെയർ ഹോൾഡേഴ്സ് അല്ല പ്രൊമോട്ടേഴ്സ് ഉണ്ടായിരുന്ന കമ്പനി ഇവിടെ എത്തിയപ്പോൾ ഇത്രയും ആയിട്ടുണ്ട്. അപ്പൊ പ്രൊമോട്ടേഴ്സ് ഒക്കെ ആ ഒരു കമ്പനിയുടെ ഷെയർ വിറ്റ് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ അവര് വിറ്റ് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാം ഈ കമ്പനി വലിയ രീതിയിൽ പെർഫോം ചെയ്യാൻ ചാൻസ് ഇല്ല എന്നുള്ളത്. അങ്ങനെ പെർഫോം ചെയ്യാൻ ചാൻസ് ഇല്ലാത്ത കമ്പനിയിൽ പിന്നെ ഒരാൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് തുടരണമെന്നില്ലല്ലോ. അവർ അതുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് പിൻവലിച്ചുകൊണ്ട് ആ കമ്പനിയിലെ പ്രൊമോട്ടേഴ്സ് അല്ലാതെ മാറിയിട്ട് അവർക്ക് അതിലിപ്പോ ഹോൾഡിങ്സ് ഇല്ല. നേരെ മറിച്ച് നോക്കും, നമ്മളെ പോലത്തെ പബ്ലിക്കിന്റെ കയ്യിലാണ് ഇപ്പൊ ഈ കമ്പനിയുടെ 100% ഷെയർ ഉള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയത്, ഈ FIIയും DIIയും പ്രൊമോട്ടേഴ്സ് ഒക്കെ അത്യാവശ്യം പെർസെന്റേജ് ഹോൾഡ് ചെയ്യുന്ന ഷെയർ ആണെങ്കിൽ അത് നല്ലൊരു കമ്പനിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ എക്സാമ്പിളിന് നമുക്ക് നോക്കാം, ടാറ്റ എലക്സി നോക്കാം. ഇവിടെ DII മ്യൂച്വൽ ഫണ്ട് വരുന്നത് 6% മാത്രമേ വരുന്നുള്ളൂ. FII ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് എത്ര വരുന്നുണ്ട്? 14.56%. ഇപ്പോൾ അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് ഇവർ ഹോൾഡ് ചെയ്യുന്നുണ്ട് ഈ ടാറ്റ എലക്സി എന്ന് പറയുന്ന കമ്പനി. നമുക്ക് ഒരു ഉദാഹരണത്തിന് പ്രൊമോട്ടേഴ്സ് ഇല്ല എന്നുള്ള കാരണം കൊണ്ട് കമ്പനി മോശമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. നമുക്ക് ICICI ബാങ്ക് നോക്കാം. ICICI ബാങ്കിൽ നമുക്ക് നോക്കി എന്താ കാണാൻ സാധിക്കുന്നത്? ഇവിടെ പ്രൊമോട്ടേഴ്സ് ഇല്ല. പക്ഷെ ഇവിടെ പ്രൊമോട്ടേഴ്സ് ഇല്ല എന്നുള്ള കാരണം കൊണ്ട് ICICI ബാങ്ക് മോശമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും? ഒരിക്കലും ഇല്ല. കാരണം ICICI ബാങ്ക് ആരാ ഹോൾഡ് ചെയ്യുന്ന നോക്കൂ. FII 44.77% ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതിൽ സിംഗപ്പൂർ, ഗവൺമെന്റ് ഓഫ് സിംഗപ്പൂര് 3.16%. അതായത് സിംഗപ്പൂർ ഗവൺമെന്റ് ICICI ബാങ്കിന്റെ 3.16% ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ഓരോ കമ്പനികൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ DII, അതായത് മ്യൂച്വൽ ഫണ്ടുകൾ 45% ICICI ബാങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. അതായത് അത്രത്തോളം മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഈ ICICI ബാങ്കിൽ ഉണ്ട്. അതായത് ഏകദേശം മാർക്കറ്റ് ക്യാപ് എത്രയാണ്? 7,59,000 കോടിയാണ് ICICI ബാങ്കിന്റെ മാർക്കറ്റ് ക്യാപ്പ്. ഈ 7,59,000 കോടിയുടെ 45% ഹോൾഡ് ചെയ്യുന്നവരാണ് മ്യൂച്വൽ ഫണ്ടുകളാണ്. അപ്പൊ അത്രയും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഈ ICICI ബാങ്ക് എന്ന ഈ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ICICI ബാങ്ക് എന്ന് പറയുന്നത് ഫണ്ടമെന്റലി അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനി ആയതുകൊണ്ടാണല്ലോ ഈ FIIയും DIIയും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. പബ്ലിക് ആകെ എത്ര വരുന്നുള്ളൂ? 9.84% മാത്രമേ പബ്ലിക്കിന്റെ കയ്യിൽ ICICI ബാങ്കിന്റെ ഷെയർ ഉള്ളൂ. ബാക്കി എല്ലാം ഹോൾഡ് ചെയ്യുന്നത് FIIയും DIIയും ആണ്. കാരണം അത്യാവശ്യം നല്ല കമ്പനിയാണ് ICICI ബാങ്ക്. അത്യാവശ്യം നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാകുന്ന കമ്പനിയാണ് ICICI ബാങ്ക്. വലിയൊരു കമ്പനി തന്നെയാണ് നമ്മുടെ ഈ ICICI ബാങ്ക് എന്ന് പറയുന്നത്. ഞാൻ പ്രൈവറ്റ് ബാങ്ക് സെക്ടറിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്യുന്ന ഒരു കമ്പനിയായിരുന്നു ICICI ബാങ്ക്. നല്ല കമ്പനിയാണ് ICICI ബാങ്ക് എന്ന് പറയുന്നത്. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് റെക്കമെൻഡേഷൻ ആയിട്ട് നിങ്ങൾ എടുക്കേണ്ടതില്ല.
നമുക്കിവിടെ നോക്കി കാണാൻ സാധിക്കും എത്രയാണ് നെറ്റ് പ്രോഫിറ്റ്. 2023 മാർച്ചിൽ 35,000 കോടിയാണ് ICICI ബാങ്കിന്റെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ട്രെയിലിംഗ് 12 മന്ത് നോക്കിയാൽ 44,117 കോടിയാണ് ICICI ബാങ്കിന്റെ നെറ്റ് പ്രോഫിറ്റ്. അപ്പൊ ഇത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ അത്രയും വലിയൊരു കമ്പനിയാണ് ICICI ബാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ICICI ബാങ്ക് അത്രത്തോളം സ്ട്രോങ് ആയതുകൊണ്ടാണ് ഇവിടെ FIIയും അതുപോലെ തന്നെ DIIയും ഇത്ര ഹോൾഡ് ചെയ്യുന്നത്. ഏകദേശം 90% അടുത്ത് ഇവര് തന്നെയാണ് ഈ കമ്പനി ഹോൾഡ് ചെയ്യുന്നത്. 45% മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതായത് ഏകദേശം 3.5 ലക്ഷം കോടിക്ക് മുകളിൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് മ്യൂച്വൽ ഫണ്ടുകളിലാണ്. നമ്മളൊരു മ്യൂച്വൽ ഫണ്ട് ബൈ ചെയ്ത് കഴിഞ്ഞാൽ മെജോറിറ്റി മ്യൂച്വൽ ഫണ്ടുകളും ICICI ബാങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതായിരിക്കും. അത് ICICI ബാങ്കിന്റെ ഷെയറുകൾ വാങ്ങുന്ന കമ്പനികളാണ് മെജോറിറ്റി വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുമ്പോൾ ICICI ബാങ്ക് ഒക്കെ ഫിനാൻഷ്യലി അതുപോലെ ഫണ്ടമെന്റലി അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ബാങ്കാണ്. നമുക്ക് പിന്നെ ബാങ്കിന്റെ ബ്രാഞ്ചസ് ഒക്കെ നമ്മുടെ നാടുകളിലൊക്കെ ഒരുപാട് ഉണ്ടായിരിക്കും. ബാങ്കിൽ അത്യാവശ്യം ബിസിനസ് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ നെറ്റ് പ്രോഫിറ്റ് ഇവിടെ കാണുന്നത്. 44,117 കോടി ആയിട്ടുണ്ട് കഴിഞ്ഞ 12 മാസത്തെ പ്രോഫിറ്റ്. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും 10,216 കോടി, 11,014, 11,351, 11,515 കോടി. അത്രയും എന്തുണ്ട് കമ്പനിക്ക് അത്രയും നെറ്റ് പ്രോഫിറ്റ് വരുന്നുണ്ട്. ഓരോ ക്വാർട്ടറിലെ പ്രോഫിറ്റ് ആണത് ഈ കാണിക്കുന്നത്, അത്രയും പ്രോഫിറ്റ് വരുന്നത്. അപ്പൊ നമുക്കിവിടെ ഈ എന്ത് മനസ്സിലാക്കാൻ സാധിക്കും, അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള കമ്പനി. പക്ഷെ നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത്, പ്രൊമോട്ടേഴ്സ് ഷെയർ എല്ലാം ഒഴിവാക്കി. FIIയുടെ കയ്യിലും ഷെയർ ഇല്ല, DIIയുടെ കയ്യിലും ഷെയർ ഇല്ല. ഒരൊറ്റ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് പോലും ഈ കമ്പനിയിൽ ഇല്ല. 100% ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആരാണ്? പബ്ലിക് ആണ്. അപ്പൊ ഈ 100% ഷെയർ പബ്ലിക് ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനി, പ്രൊമോട്ടേഴ്സ് പോലും വിറ്റൊഴിവാക്കിയ കമ്പനി നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ എന്തിനാ യൂസ് ചെയ്യുന്ന മനസ്സിലായല്ലോ. ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ നമുക്ക് ഈ ഒരു ഒറാക്കിൾ ഫിനാൻസ് നോക്കാം. പ്രൊമോട്ടേഴ്സ് 2021 ജൂണില് 73.21% ഏകദേശം 72.75% ഇപ്പോഴും പ്രൊമോട്ടർ ഹോൾഡിങ്സ് ഉണ്ട്. അതായത് വലിയ രീതിയിൽ ഒരു ഇടിവൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ ഈ കമ്പനിയിൽ പ്രൊമോട്ടേഴ്സ് ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇവിടെ FII നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10 അത് 6 കുറഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷെ FII 10 6 വന്നിട്ടുണ്ടെങ്കിലും DII എന്തായിട്ടുണ്ട് 8 10.26 കൂടി വന്നിട്ടുണ്ട്. ഗവൺമെന്റ് 0.01% ഹോൾഡ് ചെയ്യുന്നുണ്ട്. ബാക്കി 10% പബ്ലിക്കിന്റെ കയ്യിലുള്ളൂ. 10% പബ്ലിക്കിന്റെ കയ്യിലുള്ളൂ എന്ന് പറയുമ്പോൾ പബ്ലിക്കിന്റെ കയ്യിൽ അത്രയും കുറഞ്ഞ ഷെയറുകൾ മാത്രമേ ഉള്ളൂ. പബ്ലിക്കിന്റെ കയ്യിൽ അത്രയും ഷെയറുകൾ ഇല്ല. അപ്പൊ ബാക്കിയുള്ളവര് ഈ പ്രൊമോട്ടേഴ്സും FIIയും DIIയും ഒക്കെ കമ്പനി ഇത്രത്തോളം സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലി അത്രയും കുഴപ്പമില്ലാത്ത ഒരു കമ്പനി ആയതുകൊണ്ടാണ് ഇവരെല്ലാം ഈ ഷെയറുകൾ ഹോൾഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കി കാണാൻ സാധിക്കും. നെറ്റ് പ്രോഫിറ്റ് നോക്കും, നമുക്കിവിടെ അത്യാവശ്യം 1,800, 2,129 കോടി നെറ്റ് പ്രോഫിറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നല്ല കമ്പനി ആയതുകൊണ്ടാണ് പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ കമ്പനിയിലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ സാധിക്കും. ഈ കമ്പനി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുമെന്നല്ല, അതും നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി പരിഗണിക്കാവുന്നതാണ്, ബാക്കിയും ഫാക്ടേഴ്സ് പരിഗണിച്ചുകൊണ്ട്. ഇപ്പൊ ഈ ഒരു കമ്പനിയെ പറ്റി എന്താണെന്ന് എനിക്കറിയില്ല. ഈ കമ്പനിയുടെ ബിസിനസ് ഞാൻ പഠിച്ചിട്ടില്ല. ബിസിനസ് അല്ല, ഈ കമ്പനിയെ പറ്റി ഞാൻ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ എനിക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ ടാറ്റ എലക്സി, ICICI ബാങ്ക് ഒക്കെ അത്യാവശ്യം നല്ല കമ്പനികളാണെന്ന് എനിക്ക് പറയാൻ സാധിക്കും. ഞാൻ ഇതിലെല്ലാം സ്റ്റഡി നടത്തിയത് കൊണ്ട് എനിക്ക് പറയാൻ സാധിക്കും. ICICI ബാങ്കിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആണ്. 45.1% മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് അവിടെ വരുന്നുണ്ട്. കാരണം അത്രത്തോളം മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുമ്പോൾ, മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ആരാണ്? ഫണ്ട് മാനേജർ ആണെന്ന് ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞു തന്നിരുന്നു. ഈ ഫണ്ട് മാനേജേഴ്സ് ഡീറ്റെയിൽഡ് സ്റ്റഡി നടത്തിക്കൊണ്ടാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഫണ്ട് മാനേജേഴ്സ് എല്ലാം ICICI ബാങ്ക് ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ICICI ബാങ്ക് നല്ല കമ്പനിയാണ്. പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിൽ അത്യാവശ്യം ഒരു നല്ല കമ്പനിയാണ് ICICI ബാങ്ക്. നല്ല ഗ്രോത്ത് ഇനിയും ICICI ബാങ്കിന് ഉണ്ടാവും. 7,59,000 കോടിയാണ് മാർക്കറ്റ് ക്യാപ്പ്. നമ്മുടെ എക്കണോമിയും നമ്മുടെ മാർക്കറ്റ് എല്ലാം ഭാവിയിൽ വളർന്നു വരുമ്പോൾ ഇതിന്റെ മാർക്കറ്റ് ക്യാപ്പ് കൂടിക്കൊണ്ട് ഈ കമ്പനികളുടെ ഷെയറും അതിനാനുപാതികമായിട്ട് വളർന്നു വരുന്നതായിരിക്കും. നമുക്കിവിടെ നോക്കിയാൽ കഴിഞ്ഞ 10 വർഷത്തെ സ്റ്റോക്കിന്റെ കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് 17%. 17% എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നമുക്ക് FD ക്കൊക്കെ എത്ര വരുന്നുള്ളൂ? 5 to 7% ഒക്കെ ഇയർലി റിട്ടേൺ വരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു കമ്പനിക്ക് കഴിഞ്ഞ 10 വർഷത്തിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് 17% പെർ ഇയർ റിട്ടേൺ വന്നിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 22% വന്നിട്ടുണ്ട്. ഈ 22 17 എന്ന് പറയുന്നത് അത്യാവശ്യം വലിയ ഒരു എമൗണ്ട് തന്നെയാണ്.
പക്ഷെ നമ്മളെല്ലാ കമ്പനികൾ പരിഗണിക്കുമ്പോൾ എല്ലാ ഫാക്ടേഴ്സ് നോക്കിയിട്ട് കാര്യം നമുക്ക് ഇവിടെ ROE എത്ര ഉള്ളൂ? 6.32 അതുപോലെ തന്നെ നമുക്ക് ഡെപ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെപ്റ്റ് അത്യാവശ്യം 6.53 ഉണ്ട്. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ നോക്കുകയാണെങ്കിൽ ഡെപ്റ്റ് 6.53 കാണിക്കുന്നത്. പക്ഷെ ബാങ്കിങ് സ്റ്റോക്കുകൾ നമ്മൾ ഇങ്ങനെ ഡെപ്റ്റ് നോക്കി കൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ വേറെ ഫാക്ടേഴ്സ് ഒക്കെയാണ് പരിഗണിക്കേണ്ടത്. അത്യാവശ്യം നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കമ്പനിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ ICICI ബാങ്കിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ടത് എന്താണ്? പ്രോഫിറ്റ് നോക്കുക, നെറ്റ് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ നോക്കുക, ബാങ്കിനെ പറ്റി ഒരു സ്റ്റഡി നടത്തുക, ICICI ബാങ്കിനെ പറ്റി ആളുകൾക്ക് ഒരു അഭിപ്രായം നോക്കുക. ICICI ബാങ്കിൽ ആളുകൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. ആളുകൾ മാത്രമല്ല, ഇവരുടെ ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മളെ പോലുള്ള ആളുകളുടെ ഡെപ്പോസിറ്റ് മാത്രമല്ല, വേറെയും ഒരുപാട് വലിയ വലിയ ബിസിനസ്സുകൾ നടക്കുന്നുണ്ട്. ഇപ്പൊ IPO ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ബാങ്കുകൾ ത്രൂ ആയിരിക്കും അതിന്റെ എല്ലാം ഫിനാൻഷ്യൽ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നത്. അപ്പൊ നമ്മള് ഇങ്ങനത്തെ ബാങ്കിങ് കമ്പനികളൊക്കെ നോക്കുമ്പോൾ നോക്കേണ്ടത് നെറ്റ് പ്രോഫിറ്റ് ഒക്കെ എത്ര ഉണ്ടെന്ന് നോക്കുക, നെറ്റ് പ്രോഫിറ്റ് കൂടി വരുന്നുണ്ടോ എന്ന് നോക്കുക. യെസ് ബാങ്കിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. യെസ് ബാങ്ക് എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? യെസ് ബാങ്ക് അത്യാവശ്യം ഫണ്ടമെന്റലൊക്കെ ഉള്ള കമ്പനി ആയിരുന്നു. അതിനുശേഷം നീരവ് മോദിയാന്ന് തോന്നുന്നത് ഏകദേശം ഒരു 11,000 കോടിയൊക്കെ കബളിപ്പിച്ച് പോയി. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ വന്നതിന് ശേഷം യെസ് ബാങ്ക് അത്യാവശ്യം നല്ല രീതിയിൽ താഴേക്ക് വന്നിരുന്നു. അപ്പൊ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന കമ്പനിയുടെ ന്യൂസ് കൂടി ഫോളോ ചെയ്യണമെന്ന് പറയുന്ന കാരണം എന്താ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മൾ അങ്ങനെയുള്ള ഫാക്ടേഴ്സ് കൂടി പരിഗണിക്കണം. റിലയൻസിന്റെ അനിൽ അംബാനിയുടെ കമ്പനിയുടെ ആർ പവർ ഇപ്പൊ ചെറിയൊരു തിരിച്ചുവരവിന്റെ സൂചനയൊക്കെ തരുന്നുണ്ട്. എന്നിരുന്നാലും ഈ കമ്പനിയുടെ ഷെയർ ഇപ്പൊ എത്ര 28 രൂപയുള്ളൂ. ഇത് എത്ര ഉണ്ടായിരുന്ന ഷെയർ ആണ്? ഇത് 800 രൂപക്ക് മുകളിൽ ഉണ്ടായിരുന്ന ഷെയർ ആണ് ഈ ആർ പവർ ഒക്കെ. അപ്പൊ ആർ പവർ നമ്മള് റിലയൻസിന്റെ സിം ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ റിലയൻസിന്റെ കമ്പനി അല്ല. ഈ കമ്പനി റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് ഇതിപ്പോ 1 രൂപ 70 പൈസ ഷെയറിന് വാല്യൂ ഉള്ളൂ. ഇതൊക്കെ അത്യാവശ്യം വലിയ കമ്പനി ആയിരുന്നു. ഇപ്പൊ ഡൗൺ ആയി വന്നിട്ടുണ്ട്. നമുക്കിവിടെ നോക്കി കാണാൻ സാധിക്കും. ഫുൾ പിന്നെ ഇതിന്റെ എല്ലാ ഡാറ്റ നോക്കിയാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. എല്ലാം നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. അപ്പൊ നമ്മള് ഫണ്ടമെന്റൽ സ്റ്റഡി നടത്തുമ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, അതിന് പുറമെ നമ്മൾ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് കൂടി പരിഗണിക്കും. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ പല പല കാര്യങ്ങൾ ചിന്തിച്ചിട്ട് വേണം ഒരു കമ്പനിയിൽ എന്ത് ചെയ്യാൻ, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പരിഗണിക്കേണ്ടത്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? നമുക്കിനി ഫണ്ടമെന്റൽ സ്റ്റഡി നോക്കാനുള്ളത് ഇവിടെ ഫിനാൻഷ്യൽ ഇയർ റിപ്പോർട്ട് ഉണ്ട്. നമുക്ക് ഫിനാൻഷ്യൽ റിപ്പോർട്ട് ഉണ്ട്. ഒരു കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും അടങ്ങിയിരിക്കുന്ന ഒരു റിപ്പോർട്ടാണ്, കമ്പനി തയ്യാറാക്കുന്ന റിപ്പോർട്ടാണ് ഫിനാൻഷ്യൽ റിപ്പോർട്ട്. അപ്പൊ ഈ റിപ്പോർട്ട് നമുക്ക് റീഡ് ചെയ്യാനും ഇതിൽ നിന്ന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കി എടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. അപ്പൊ ഇന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റുകളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സ് ഒക്കെ പരിഗണിച്ചുകൊണ്ട് വേണം ഒരു സ്റ്റോക്ക് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് പരിഗണിക്കേണ്ടത്. പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. എല്ലാം ക്ലിയർ ആണെങ്കിൽ നമുക്ക് നമ്മുടെ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാവുന്നതാണ്. നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിന്റെ കാര്യങ്ങൾ നോക്കുന്നതായിരിക്കും. ഹലോ, പറഞ്ഞോളൂ. ഞാൻ ഒരു സ്റ്റോക്കിന്റെ ഷെയർ സെല് ചെയ്യാൻ നോക്കുമ്പോ അത് റിജക്റ്റ് ആവുന്നുണ്ടായി. ഏതാ സ്റ്റോക്ക്? പുറവങ്കര എന്ന് പറഞ്ഞിട്ടുള്ള. ഏതാ? ഒരു മിനിറ്റ്. പുറവങ്കര. അതൊന്ന് ജസ്റ്റ് വാട്സപ്പ് ചെയ്താൽ നോക്കിയിട്ട് പറഞ്ഞാൽ ഈ ഞാൻ ക്ലാസ്സിൽ. ഗ്രൂപ്പിൽ ഫോട്ടോ ഇട്ടിട്ടുണ്ടായി. ഓക്കെ, ഞാൻ നോക്കാം. ഞാൻ ക്ലാസ് ആയിട്ട് നോക്കാം. എന്താ എഴുതി വരുന്നതെന്ന്. ഓക്കെ, ഞാൻ ക്ലാസ് ആയിട്ട് നോക്കാം. ആ. ഓക്കെ.
വേറെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. എല്ലാം ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് എക്സിറ്റ് അടിക്കാവുന്നതാണ്.